കൊറിയൻ കരുത്തിൽ ചെക്ക് റിപ്പബ്ലിക് വീണു. 1-നെതിരെ 2 ഗോളുകൾക്കാണ് ദക്ഷിണ കൊറിയ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തിയത്. ഇരു ടീമുകളും ലോകകപ്പിൽ ആദ്യമായാണ് ഏറ്റുമുട്ടുന്നത്. ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയതും വലുതുമായ 2026 ഫിഫ ലോകകപ്പിന് ആസ്ട്രിക സ്റ്റേഡിയത്തിൽ അതിഗംഭീരമായ തുടക്കം. അതെ, കാൽപന്ത് കളിയുടെ ഏറ്റവും വലിയ മാമാങ്കത്തിനാണ് തുടക്കമായിരിക്കുന്നത്. 2026 ലോകകപ്പ് ഫുട്ബോളിന്റെ തുടക്ക മത്സരത്തിൽ ഗ്രൂപ്പ് എയിൽ ജയിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഏഷ്യൻ വമ്പന്മാരായ ദക്ഷിണ കൊറിയ. ഇത്തവണ നടക്കുന്നത് ദക്ഷിണ കൊറിയയുടെ 12ാം ലോകകപ്പും തുടർച്ചയായ 11ാം ലോകകപ്പുമാണ്. അതേസമയം ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കളിച്ച രാജ്യമാണ് ദക്ഷിണ കൊറിയ. കൂടാതെ 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചെക്ക് റിപ്പബ്ലിക് ലോകകപ്പിലേക്ക് മടങ്ങിയെത്തുന്നത് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. പൊരുതിക്കളിച്ച ചെക്ക് റിപ്പബ്ലിക്കിനെ കൊറിയ 1-നെതിരെ 2 ഗോളിനാണ് പരാജയപ്പെടുത്തിയത്. 3 ഗോളുകളും രണ്ടാം പാതിയിലാണ് പിറന്നതും. ലാഡിസ്ലാവ് ക്രൊയേഷ്യയിലൂടെ മത്സരത്തിന്റെ 59ാം മിനിറ്റിൽ ചെക്ക് മുന്നിലെത്തി. പക്ഷേ 66ാം മിനിറ്റിൽ ഹോങ് ഇൻ ബിയോമും 80ാം മിനിറ്റിൽ ഓ ഹ്യൂങ് ഗ്യൂ എന്നിവരുടെ ഗോളിലൂടെ ദക്ഷിണ കൊറിയ തിരിച്ചടിച്ചു ഞെട്ടിച്ചു. അതായത് ദക്ഷിണ കൊറിയയെ തുടക്കത്തിൽ ആദ്യ പകുതിയിലും രണ്ടാം പകുതിയുടെ തുടക്കത്തിലും 65% പന്തടക്കത്തോടെ കളി നിയന്ത്രിച്ചു മുന്നോട്ടു പോകുന്നതാണ് കണ്ടത്. അവിടെയാണ് കളിയുടെ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഞെട്ടിച്ചുകൊണ്ടാണ് ചെക്കിയുടെ ഗോൾ പിറന്നത്. പ്രതിരോധത്തിൽ ഉറച്ചുനിന്ന ചെക്ക ടീം കൗണ്ടർ അറ്റാക്കിലൂടെയാണ് ഗോൾ കണ്ടെത്തിയത്. വ്ളാഡിമിർ കൂഫുൽ ബോക്സിലേക്ക് ഉയർത്തി നൽകിയ പന്ത് തകർപ്പൻ ഹെഡറിലൂടെ കൃഷി അത്ഭുതകരമായി വലയിലാക്കുകയായിരുന്നു. പിന്നീട് ആവേശം കൊടുമ്പിരി കൊണ്ടു. ഗോൾ വഴങ്ങിയതോടെ ദക്ഷിണ കൊറിയ മത്സരരീതി മാറ്റിപ്പിടിച്ചു. കളിക്കളത്തിൽ ആക്രമണം ശക്തമാക്കി. 66ാം മിനിറ്റിൽ കിട്ടിയ മികച്ച പാസ് സ്വീകരിച്ച മിഡ്ഫീൽഡർ ഹോങ് ഇൻ ബിയോം ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ലോങ് റേഞ്ചർ ഷോട്ട് ചെക്ക് ഗോളിയെ മറികടന്ന് വലയിൽ പതിച്ചു. അപ്പോൾ തന്നെ കൊറിയൻ കോച്ച് തങ്ങളുടെ അടവ് മാറ്റിപ്പിടിക്കുന്നതാണ് കണ്ടത്. ഗോൾ വീണതിന് തൊട്ടു പിന്നാലെ സ്റ്റാർ ഫോർവേഡ് സൺ ഹ്യൂങ് മിന്നിനെ പിൻവലിച്ച ഓ ഹ്യൂങ് ഗ്യൂവിനെ കൊറിയ കളത്തിലിറക്കി. പിന്നെ കളി മാറി. താരം കളത്തിലിറങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സ്കോർ ചെയ്തു. ഹോങ് ഇൻ ബിയോം വലതുവിങ്ങിൽ നിന്നും നൽകിയ ക്രോസ് സ്വീകരിച്ച പന്ത് ചെക്ക് വലയിലേക്ക് തൊടുത്തുവിടുന്ന കാഴ്ചയാണ് കണ്ടത്. സ്പോർട്സ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.